തിരുവനന്തപുരം കഴക്കൂട്ടത്ത് വയറിലെ കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയയെ തുടർന്ന് യുവതിക്ക് കൈകാൽ വിരലുകൾ നഷ്ടപ്പെട്ടതിൽ ആശുപത്രിയുടെ ക്ലിനിക്കൽ രജിസ്ട്രേഷൻ റദ്ദാക്കി. ലൈസൻസിന് വിരുദ്ധമായിട്ടാണ് ആശുപത്രി പ്രവർത്തിച്ചതെന്ന് കണ്ടെത്തിയാണ് നടപടി. വിവരങ്ങളുമായി ഷിജോ കുര്യൻ ചേരുന്നുണ്ട്. ഷിജോ, അല്പസമയം മുൻപാണ് ഇതുമായി ബന്ധപ്പെട്ട എത്തിക്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവന്നത്. ഇപ്പോഴിതാ ആശുപത്രിയുടെ രജിസ്ട്രേഷനും റദ്ദാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? അക്ഷയ, എത്തിക്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ടല്ല, ഒരു മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് എത്തിക്സ് കമ്മിറ്റി മുമ്പാകെ സമർപ്പിക്കുകയാണ് ചെയ്തത്. എന്തായാലും ആ റിപ്പോർട്ട് എത്തിക്സ് കമ്മിറ്റിക്ക് മുമ്പാകെ വന്നതിന് പിന്നാലെയാണ് ആശുപത്രിയുടെ ലൈസൻസ് റദ്ദാക്കുന്ന, ആശുപത്രിയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്ന നടപടികളിലേക്ക് കോർപ്പറേഷൻ അടക്കമുള്ള സംവിധാനങ്ങൾ പോയിട്ടുള്ളത്. ആശുപത്രിയുടെ ക്ലിനിക്കൽ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നു എന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഈ ആശുപത്രിക്ക് രജിസ്ട്രേഷൻ ലഭിച്ചത് പോലും വലിയ വിവാദമായിരുന്നു. കാരണം നീതുവിനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുന്ന സമയത്ത് ആശുപത്രിക്ക് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നില്ല. അതിനു പിന്നാലെ വളരെ തിടുക്കപ്പെട്ടാണ് ആശുപത്രിക്ക് രജിസ്ട്രേഷൻ നൽകുകയും ചെയ്തത്. അക്കാര്യത്തിലടക്കം ജില്ലാ മെഡിക്കൽ ഓഫീസർക്കടക്കം ചില ഇടപെടലുകൾ നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് DMOയുടെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് അടക്കം മാർച്ച് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ആശുപത്രിക്ക് എങ്ങനെ രജിസ്ട്രേഷൻ കിട്ടിയതടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുന്നതിനിടയിലാണ് ആശുപത്രിയുടെ ക്ലിനിക്കൽ രജിസ്ട്രേഷൻ ഇപ്പോൾ റദ്ദാക്കിയത്. ലൈസൻസിന് വിരുദ്ധമായിട്ടാണ് ആശുപത്രി പ്രവർത്തിച്ചത് എന്നുള്ള കണ്ടെത്തൽ കൂടിയുണ്ട്. ആശുപത്രിക്കെതിരായ പരാതിയിൽ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ ലൈസൻസ് റദ്ദാക്കുന്ന നടപടിയിലേക്ക് അധികൃതർ കടന്നിട്ടുള്ളത്. ഈ ആശുപത്രിക്ക് ലൈസൻസ് നൽകിയതിനെതിരെ നീതുവിന്റെ കുടുംബമടക്കം രംഗത്ത് വന്നിരുന്നു. എന്തായാലും മെഡിക്കൽ റിപ്പോർട്ട് എത്തിക്സ് കമ്മിറ്റിക്ക് ലഭിച്ചതിന് പിന്നാലെ വീണ്ടും സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്നുള്ള എത്തിക്സ് കമ്മിറ്റിയുടെ നിർദ്ദേശം വരുന്നു. അതിന് പിന്നാലെ ആശുപത്രിയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുകയും ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും ഇത് സംബന്ധിച്ച് കൂടുതൽ പ്രതികരണങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് ഉണ്ടാവാനുള്ള സാധ്യതയും ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നു കാണുന്നുണ്ട്. അക്ഷയ.